എല്ലാ ശ്രോതാക്കൾക്കും ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വിശദീകരണം ഹാർമോണിയത്തെ കുറിച്ച് പറയാം. പിന്നെ ഹാർമോണിയം സിലബസ് കുറെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൊബൈലിൽ ഡെഡായി പോയതാണ്. അതൊക്കെ കറക്റ്റ് ഇട്ടുതരും. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഇട്ടുതരും. ഞാൻ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് സിലബസോടെ തന്നെ പോകാൻ നമുക്ക്. അപ്പോൾ നമ്മൾ സ്ഥായികളൊക്കെ ഒന്ന് പരിചയപ്പെടും. ആദ്യം കീഴ്സ്ഥായി, മധ്യസ്ഥായി, മേൽസ്ഥായി. എവിടെ സാ പിടിക്കുന്നോ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ളത് കീഴ്സ്ഥായിയാണ്. ഇപ്പൊ ഇവിടെ സാ പിടിച്ച് സാ എന്ന് പിടിച്ചാൽ അപ്പൊ എന്ന് പറയുന്നത് കീഴ്സ്ഥായി. അല്ലെങ്കിൽ എന്ന് പറയുന്നത് കീഴ്സ്ഥായി. അപ്പൊ ഇവിടെ സാ കഴിഞ്ഞാല് കണ്ടോ, സരിഗമ എന്ന് പറയുന്നത് മേൽസ്ഥായി. അപ്പൊ മേലസ്ഥായിക്കൊക്കെ മേലെ കുത്തിടും, കീഴ്സ്ഥായിക്കൊക്കെ ചോട്ടിലും കുത്തിടും. അപ്പൊ എപ്പം നോക്കുമ്പോൾ ചോട്ട് കുത്തിട്ട കീഴ്സ്ഥായിലേക്ക് വായിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇനി ശ്രുതികൾ നമ്മൾ എവിടെ ഒന്ന് പിടിക്കുന്നു അവിടെ. ഇപ്പൊ ഒന്ന് ഇവിടെ പിടിച്ച്, പിന്നെ ഒന്ന് സീൽ പിടിച്ചു കഴിഞ്ഞാല് ഒന്ന് കഴിഞ്ഞാല് 1.5, 2, 2.5, 3, 4 ആട്ടോ. 3.5 ഇല്ല. അപ്പൊ 3 കഴിഞ്ഞാൽ 4, 4.5, 5, 5.5, 6, 6.5, 7. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് പിന്നെ ഇവിടെ സരിഗമ പദനീസ എന്ന് പറഞ്ഞാൽ CDEFGAB എന്ന് പറയും. അത് വെസ്റ്റേണില്. അപ്പൊ അത്ര തന്നെ. അപ്പൊ ശ്രുതികളായി. ശ്രുതികൾ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ശ്രുതികൾ. ഇനി നമുക്ക് ചെറുതും വലുതും മനസ്സിലാക്കണം. രാഗത്തിന്റെ ചെറുതും വലുതും മനസ്സിലാക്കണം. ഇപ്പൊ ഒരു രാഗം എടുക്കുമ്പോൾ, ഇപ്പൊ ശങ്കരാഭരണ രാഗാണ് സരിഗമ. അപ്പൊ രീ വലുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് വലുത് എന്നാണ്. എപ്പോഴും ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെറുത് വലുത്. ഏത് സ്വരം റീഡ്സ് നോക്കത്ത് ചെറുത് വലുതേ പറയാൻ പാടുള്ളൂ. എല്ലാവരും ചെറുതായിട്ടാണ് വലുതാകുന്നത്. ഇപ്പൊ വൃക്ഷങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും എന്താണെങ്കിലും ചെറുതായിട്ടാണ് വലുതാകുന്നത്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു ചിന്ത മനസ്സിന് കൊടുക്കുക. മെമ്മറിയിൽ അങ്ങോട്ട് ഫീഡ് ചെയ്താണ് ഇപ്പൊ തന്നെ. അപ്പൊ സ്വരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മള് സാ പറഞ്ഞാല് ഇപ്പൊ ശങ്കരാഭരണാണ് ഈ വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് വലുത് എന്ന് പറഞ്ഞിട്ടെടുക്കുക. സരി ഗ ചെറുത് വലുത്, മാ ചെറുത് വേണം, പാ കഴിഞ്ഞാല് ധ വലുത്, നീയും വലുത്. അപ്പം സായും പായും നിശ്ചല സ്വരാണ്, ചലിക്കൂല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അത് എണ്ണേണ്ടത് മനസ്സിലായല്ലോ. അപ്പം എന്ന് പറഞ്ഞു സപ്ത. അത് 7 സ്വരം വരും. നമുക്ക് ഇപ്പൊ അലങ്കാരങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്ന 7 സ്വരം ഉള്ള രാഗങ്ങൾ ഏതെങ്കിലും എടുക്കാം. 1, 2, 3 രാഗം ഞാൻ പറഞ്ഞുതരാം. അതിൽ കുറച്ച് പാട്ട് ചെയ്യേണ്ട സംഗതികളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്ന് തന്നാല് നിങ്ങൾ കുറച്ച് ആദ്യം വായിക്കാം. ഫിംഗറിംഗ് ഒക്കെ ഞാൻ പറഞ്ഞത് എല്ലാം അതിലുണ്ട്. ഫിംഗറിംഗ് ഞാൻ ഒന്നുകൂടി വേണം പറഞ്ഞുതരാം. അത് പറയട്ടെ. സരിഗ ഒന്ന് പറയാം. ഫിംഗറിംഗ് പറയാം. ഫിംഗറിംഗ് 1, 2, 3, 4 ഇങ്ങനെ വരിക. 1 തമ്പ്, 2 ഇൻഡെക്സ്, 3 മിഡിൽ, 4 റിംഗ്. തള്ളവിരല്, ചൂണ്ടുവിരല്. തള്ളവിരല് 1, ചൂണ്ടുവിരല് 2, നടുവിരല് 3, മോതിരവിരല് 4. ഇങ്ങനെയാണ് 1, 2, 3, 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വായിക്കേണ്ടത് സാക്കി 1 വെക്കും, രീ 2 വെക്കും, ഗ 3 വെക്കും, മാ 4 വെക്കും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഈ ചില സമയത്ത് വിരലുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ചില സിലബസ് നോക്കേണ്ടി വരില്ല. ചിലപ്പോൾ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ വെക്കാം. ഒരു പ്രയാസവും ഇല്ല. വലിയൊരു സംഭവമാക്കി നിങ്ങൾ ഈ ഹാർമോണിയത്തെ കാണണ്ട. ഓർഗൺ ആയാലും വായിക്കുന്നത് നിങ്ങളെ സൗകര്യത്തിനും വായിക്കാം. പക്ഷെ സിലബസ് ഒക്കെ ഒന്ന് ആദ്യം കറക്റ്റ് ചെയ്യാൻ എല്ലാ വിരലുകളൊന്ന് വാമിപ്പിക്കണം. എക്സസൈസ് വേണമല്ലോ. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും വലിയ വലിയ പാട്ടുകളൊക്കെ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട്. അവരെങ്ങനെ വായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റൂല. കറക്റ്റായിട്ട് ഞാൻ പഠിപ്പിച്ച് എല്ലാം തരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അത്രയും ആവശ്യപ്പെടുമ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് 1, 2, 3, 4 കിട്ടിക്കഴിഞ്ഞ് 1, 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പൊ സരിഗ രിഗമ ഗമപ എന്ന് പറഞ്ഞ് മെല്ലെ വായിക്കുക. പിന്നെ സരിഗ രിഗമ ഗമപ മപദ, സരിഗ രിഗമ ഗമപ മപദ, അങ്ങനെ സ്പീഡാക്കി കൊണ്ടുവരിക. അപ്പൊ ഇതിപ്പോ ശങ്കരാഭരണത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു രാഗം ഭൈരവ് വരും. ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ ബിലാവലാട്ടോ. ഹിന്ദുസ്ഥാനിൽ ബിലാവല്, കർണാട്ടിക്കില് ശങ്കരാഭരണം. ഇനി ഭൈരവ്
ഹിന്ദുസ്ഥാനിൽ പറയുകയാണെങ്കിൽ മായ മാളവ ഗൗള, കർണാട്ടിക്കില് അല്ലെങ്കിൽ മെല്ലെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിപ്പോ നമ്മള് ചെറിയ രീ ആയിരിക്കും വരിക. ആ രാഗം കണ്ടെടുത്തങ്ങളിൽ ചെറിയ രീ വരും. അപ്പൊ ചെറുതെടുത്ത് ഗാ വലുതാണ്, അപ്പൊ രീ എന്ത് ചെയ്യണം? രീ വലുതും കഴിഞ്ഞ് ഗാ ചെറുത് വലുത്, മാ ചെറുത് തന്നെയാ വേണ്ട. അപ്പൊ സരിഗമയായി. പാ കഴിഞ്ഞിട്ട് ധാ ചെറുതാ വേണ്ടത്, ധാ ചെറുത് കിട്ടി, ഇവിടെ കിട്ടി. നീ വലുതാ വേണ്ടത്, അപ്പൊ ധാ ചെറുത് കഴിഞ്ഞിട്ട് ധാ വലുത്, നീ ചെറുത്, നീ വലുത്, കാകളി നിഷാദം. അങ്ങനെ കൊണ്ടുപോരേണ്ടി വരും ഇവിടെ. കിട്ടി. എന്ന് പറയാ, അല്ലെങ്കിൽ അങ്ങനെ വായിക്കാൻ കുറെ സ്പീഡിൽ ഇങ്ങനെ വായിച്ചു കൊണ്ടുവരും. ആദ്യം അല്ലേ കുറച്ച് സ്പീഡിൽ കൂട്ടി 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 സ്പീഡാക്കാം. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇതേമാതിരി ഈ രാഗത്തിൽ വായിക്കാം. കല്യാണിയില് ഇതിലും വായിക്കാം. മനസ്സിലായോ? ചീര ചീര ഗപാരി ഗമപാരി ഗമപാരി ചീര. കണ്ടോ? അതിന്റെ സ്വരം ഞാൻ കാണിച്ചിട്ടില്ലേ? ഇതൊക്കെ വായിച്ചപ്പോൾ ഈ രാഗത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോ നമുക്ക് ഓരോരോ രാഗത്തിന്റെ സ്വരങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഉണ്ടാക്കാനൊക്കെ കഴിയും. ഇങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യല്. അപ്പൊ ഗമപാരിന്ന് കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പം വേണമെങ്കിൽ ഇതാ ചീരപ്പൂകൾക്ക് ഫുള്ള് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യലിതാ. എന്ന് പറഞ്ഞത് മായാമളവില് പവനരച്ചെഴുതുന്ന കേട്ടോ, പവനരച്ചെഴുതുന്ന. അപ്പൊ അങ്ങനെ കിട്ടുമ്പോക്ക് ഇതിപ്പോ സരിഗമ മായാമളവിലല്ല വായിച്ചത്, ഞാൻ ആ പാട്ടായിട്ടുള്ളതുകൊണ്ട്. ചാരുകേശി ഇതില് പുലരിത്തുണ്ട്. പുലരിത്തു പപദനിനിദ പുലരിത്തു 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 പപദനിനിദനിസ പുലരിത്തു പപദനിനിദനിസ മഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? അത് സ്വരം കിട്ടി. ഓരോ രാഗത്തിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുന്നത് പാട്ട്. അപ്പൊ ഇത്രയും സപ്തസ്വരങ്ങൾ കണ്ട് ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് മോഹനത്തിൽ ഒന്ന് നോക്കാം. സപ്തസ്വരങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? അതിലൊക്കെ അലങ്കാരങ്ങൾ വായിക്കാന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊക്കെ 7 സ്വരങ്ങളുണ്ടോ അതിലൊക്കെ ഞാൻ തരുന്ന അലങ്കാരങ്ങൾ വായിക്കാം. പിന്നെ ഔഡവം വരും. ഔഡവം എന്ന് പറഞ്ഞാൽ 5 സ്വരം. 5 സ്വരം വരുമ്പോ സരിഗ പദ അത് വേണ്ട, അത് 2 1 ശബ്ദം കുറയ്ക്കാം. സരിഗ പദ മോഹനം. മോഹനം എന്ന് പറഞ്ഞാൽ ഭൂപാലി ഹിന്ദുസ്ഥാനിൽ പറയും. ഈ മോഹന രാഗത്തില് രീ വലുതാണ്. അപ്പൊ സാ കഴിഞ്ഞാൽ രീ ചെറുത് വലുത്, വലുത് കിട്ടി എടുത്ത് ഞാൻ. ഗാ ചെറുത് വലുത്, ആ ഗായ ഞാൻ എടുക്കുന്നത്. ഇനി മാ രണ്ടും അവോയ്ഡ് ചെയ്തിട്ട് പാ, ധാ ചെറുത് വലുത് കിട്ടിയെങ്കിൽ നീ ചെറുത് വലുത്, നീ ഇല്ലല്ലോ, അപ്പൊ സാ. അപ്പൊ അവിടെ സ്വരം സാ രീ ഗ പ ധ, ഇത്രേ ഉള്ളൂ 5 സ്വരം. അപ്പൊ ഒന്ന് നോക്കാം. ഇതിലും ഇത് വായിക്കാം അലങ്കാരം. അങ്ങനെ പോകാം. എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് അടുത്ത് കൂടുന്നുണ്ട്. പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ധൃതിയും കൂടി ഉള്ളതുകൊണ്ടാണ് മെല്ലെ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയടിക്ക് ഇത് പോയി പോണം ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒറ്റ മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അത് കിട്ടിയാ കിട്ടി. കാര്യം പറയാൻ ഞാൻ ക്യാമറയും മൈക്കും ഒന്നുമില്ല. കോളറിന്റെ മൈക്ക് ഉണ്ടാവണം, ഒന്നുമില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? അപ്പൊ ഇതില് ഞാൻ കാണിച്ചതല്ല അലങ്കാരങ്ങള്. വേണമെങ്കിൽ ഇതിലൊരു പാട്ടൊക്കെ ഞാനൊന്ന് ട്യൂൺ ചെയ്ത് കാണിച്ചാൽ. ട്യൂണല്ല, ഇപ്പൊ ഉള്ള പാട്ട്. ട്യൂൺ ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഉള്ള പാട്ട് ഏതാ? എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. നീലഗിരിയുടെ നീലഗിരിയുടെ സഖികളെ സഖികളെ
മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തന്നെ പാട്ടൊക്കെ ചെയ്തു തരുന്നത്. അപ്പം അത് കണ്ട കിട്ടിയാണ്ടില്ലേ? പാട്ടുകൾ ഇഷ്ടമായി പാട്ടുണ്ട്. സ്വർഗപുത്രി കണ്ടോ? സ്വർഗപുത്രി ചക്കര പന്തലിൽ ചക്കര പന്തലിൽ അങ്ങനെ അങ്ങനെ വരൂ സ്വരങ്ങളൊക്കെ. അപ്പൊ ഞാൻ പാട്ട് എടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് കൺഫേം ആക്കി, കംപ്ലീറ്റ് കൺഫേം ആക്കി ഞങ്ങൾക്ക് തരുന്നത്. ഒരൊറ്റൊന്നും തെറ്റൂല. അത് മനസ്സിലാകുമല്ലോ. അപ്പൊ ഇനിയിപ്പോ വേണമെങ്കിൽ ഒന്ന് ഹിന്ദോളം എടുത്തു നോക്കാം. ചന്ദ്രമാണി മാതിരി തന്നിട്ട് ഞാൻ ഹിന്ദോളത്തില്. പ്രഭാത ശ്രീവേലി ഉണ്ടോ? പ്രഭാത ശ്രീവേലി നിസാസനി നിദാദ തൊഴുതു മടങ്ങുമ്പോൾ കുറെ പാടിപ്പോ. എനിക്ക് പാടാൻ തുടങ്ങിയ ഞാൻ പാടുന്നെയും. അപ്പം ഇത് മനസ്സിലായോ? കണ്ടോ? സ്വരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ? നിങ്ങളെല്ലാം പഠിക്കുക. പല ഐഡിയകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കഴിഞ്ഞ് ഇനി എന്താ? അപ്പൊ ഇത്രയും കഴിയുമ്പോ ഇത്രയും പോരെ, സമയം ഒരുപാടായി ഉണ്ടാവും. അപ്പം എല്ലാം ഒരുവിധം ആയല്ലോ, ഐഡിയകൾ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പോ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു പാട്ട് ട്യൂൺ ചെയ്യണമെങ്കിലും കഴിയും. ശിവരഞ്ജന എടുക്കുമ്പോൾ അതിലും നമ്മുടെ പ്രണയ സരോവരം തീരം ഒരു പ്രയാസമില്ല. ഇതാ കണ്ടില്ലേ? തീരം ശരിയാണ്. അപ്പോൾ ഒരു സംഭവമായിട്ട് ഒന്നും കാണണ്ട. നിങ്ങൾ പെട്ടെന്ന് അലങ്കാരങ്ങൾ പഠിക്കുക. കുറച്ച് കയ്യൊക്കെ ഓടി കിട്ടാനാണ് അത് എക്സസൈസ്. എന്നിട്ട് കുറച്ച് സ്വർമാലികളും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ നമുക്ക് ട്യൂൺ ചെയ്യണമെങ്കിലും കഴിയും. ഇതില് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ അതൊക്കെ ഇതിലുള്ളതാ. അഷ്ടമി രോഹിണി സിമ്പിളാണ് ഇതൊക്കെ. തരിക പാകരെ മനസ്സിലായിട്ടോ? അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഐഡിയകളൊക്കെ നിങ്ങൾ മൈൻഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ ഞാനൊരു പാട്ടിട്ടുണ്ടെങ്കിൽ പല്ലവി ഇട്ട് കഴിഞ്ഞാൽ, അനുപല്ലവി ഇട്ട് കഴിഞ്ഞാല് പിന്നെയും ചരണം അതേപോലെ ആയിരിക്കും. സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ മെമ്മറി വർക്ക് ചെയ്യണം. അതൊന്നും നിങ്ങൾ അതുകൊണ്ട് ഇട്ടുതരാൻ വേണ്ടിയിട്ട് വിളിക്കരുത്. അപ്പൊ വിളിക്കരുതെന്നല്ല, ഞങ്ങൾ വിളിച്ചോളൂ, എന്തിനും വിളിക്കുക. പക്ഷെ ഞാൻ പറയാട്ടോ, തുറന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ട് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഫുള്ള് യാന്ത്രികമായി പോയാലും എന്ത് കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒരു ചോദ്യപേപ്പർ ദൈവം തന്നതാ. ഞാൻ വർക്ക് ചെയ്യിച്ചിട്ട് ഇതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. നിങ്ങളെ ചോദ്യപേപ്പർ വെറുതെ ഇടരുത്, അതും എടുത്ത് വർക്ക് ചെയ്യിക്കണം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞങ്ങൾ അപ്പുറം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളർന്നു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് അവരിതിലും വലിയ സംഭവമാക്കി ചെയ്യും. അപ്പൊ അവരെപ്പോഴും പകർത്താൻ നോക്കരുത്, മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് ജീവിക്കാൻ നോക്കരുത്. നമ്മളെ കഴിവ് മാക്സിമം എടുത്ത് പുറത്തിടണമെങ്കിൽ നമ്മളെ മെമ്മറി വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? ആത്മാവ് ബുദ്ധിനെ കംപ്ലീറ്റ് ബുദ്ധിയായിട്ട് നല്ല ബന്ധമുള്ളതാണ് ആത്മാവ്. ബുദ്ധി മനസ്സിൽ ആത്മാവ് ബുദ്ധിക്ക് ഇൻഫോം കൊടുക്കും, ബുദ്ധി മനസ്സിലേക്ക് ഇൻഫോം കൊടുക്കും. പക്ഷെ ബുദ്ധി മനസ്സിനോട് എന്ത് പറഞ്ഞാലും മനസ്സ് കേൾക്കൂല. പിന്നെ നമ്മൾ ആത്മീയത്തിലേക്ക് ആയി പോകുന്നുണ്ടല്ലേ? വേണ്ട, സമയം ഒരുപാട് പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വിചാരിച്ചാല് ബുദ്ധി പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കണം. ബുദ്ധി മനസ്സിന്റെ സാരഥി എന്നാ പറയുന്നത്. ഞാനൊരു കുതിരയിൽ കയറി കഴിഞ്ഞ് ഞാൻ കുതിര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നിടത്ത് കുതിര പോയില്ലെങ്കിൽ കുതിരയുടെ ഇഷ്ടത്തിന് പോകുകയാണെങ്കിലോ കാര്യമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കുറച്ച് ലെങ്ത് നല്ലോണം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞവർക്ക് അനുസരിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാം. അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടണം. അപ്പോഴേ ദൈവം കൂടെ നിൽക്കുള്ളൂ. കൂടെ നിന്ന് ദൈവം നമുക്ക് എല്ലാം തരും. നമ്മൾ കഷ്ടപ്പെട്ടാൽ അധ്വാനം വേണം. അധ്വാനം ആവശ്യം. എന്തിനും ഏത് വർക്ക് ചെയ്യുന്നതാണ്. വെറുതെ ഒന്നും കൈ നനയാണ്ട് ആരും മീൻ പിടിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഒക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുത്താൽ ദൈവം കൂടെ നിന്ന് എല്ലാം. ഇത്രയും പാവം കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ദൈവം അതിൻ്റെ അപ്പുറം തരുന്നുണ്ടാവും നമുക്ക്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു
എന്താ പറയുക, ഒരു ദിവസമല്ല ഇന്ന്, ആ നല്ലൊരു ദിവസം അല്ലെങ്കിൽ കാലങ്ങളോളം ജീവിതകാലം മുഴുവനും നന്മ വരട്ടെ എല്ലാവർക്കും. ശരി.